യൂണിഫോം പോലും ഉണ്ടായിരുന്നില്ല. അല്ല, എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന നിലയിലേക്ക് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പോലീസ് അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്നലെ സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. ആദ്യം ഈ അതിക്രമങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കോടതിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സമരത്തിന് നേരെ ജന്തർ മന്ദറിൽ പോലീസ് നടത്തിയ ക്രൂരമായ വേട്ട, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്, ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ എന്ത് തെമ്മാടിത്തമെന്നുള്ള വാക്കെങ്കിലും ഉപയോഗിക്കണം. ഇവിടെ ഇപ്പോൾ AKG സെന്ററിൽ AKG ഭവനിൽ വന്നിട്ട് മോഡിയുടെയും അമിത്ഷായുടെയും പോലീസ് കാണിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ത് വില കൊടുത്തും ഈ പോലീസ് രാജിനെതിരായിട്ട് ഉറച്ച പോരാട്ടം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ AKG ഭവന്റെ ഉള്ളിൽ എങ്ങനെയാണ് പോലീസ് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് പറയുന്നത്. ഏതായാലും MA ബേബി ഇവിടെ എത്തിയിരിക്കുന്നു. MA ബേബി എത്തി അകത്തേക്ക് കടന്നു പോവുകയാണ്. MA ബേബി ഇവിടെ ഉണ്ടായിരുന്നില്ല. ജോൺ ബ്രിട്ടാസ് ആണ് വളരെ വേഗം ഇവിടെ എത്തി. യൂണിഫോം ധരിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനുള്ളിൽ കടക്കാനാവുക, ഏതെങ്കിലും ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്യാനാവുക എന്ന ചോദ്യം ഉയർത്തിയത്. യൂണിഫോം ധരിച്ച് നെയിം പ്ലേറ്റുമൊക്കെ ആയി തിരികെ വരൂ എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ, 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരു യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥയും മഫ്തിയിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥയുമായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം ഉണ്ടെങ്കിൽ യൂണിഫോം ധരിച്ച ശേഷം മടങ്ങി വരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങി സ്വകാര്യ വാഹനത്തിൽ വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായതായാലും വളരെ പ്രധാനപ്പെട്ട നാടകീയമായ ചില നീക്കങ്ങൾ ദില്ലിയിലെ CPM ആസ്ഥാനത്തിൽ നടക്കുകയാണ്. CPMന്റെ ആസ്ഥാനമാണ്, ആസ്ഥാനത്ത് നടന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കട്ടെ. ഇത് യാതൊരു പ്രതികാര നടപടികളും ഉണ്ടാവില്ല. വിദ്യാർത്ഥി നേതാക്കന്മാരുടെ പേരിൽ കേസുകൾ ഒന്നും എടുക്കില്ല. ഇതൊക്കെയാണല്ലോ ഇവർ പറഞ്ഞത്. ആ പറഞ്ഞതും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ കള്ളം പറഞ്ഞ് പറ്റിക്കാമെന്നാണ് മോഡിയും അമിത്ഷായും എല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ജനപ്രതിനിധികളെല്ലാം ഡൽഹിയിലുള്ളപ്പോഴാണ് ഇത്ര വലിയ ക്രിമിനൽ കുറ്റം ആണിവർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഹാബ് ജോൺ ബ്രിട്ടാസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വിവരം, ഐഡന്റിറ്റി ഇല്ലാത്ത, പോലീസ് വേഷത്തിലല്ലാത്ത ആളുകൾ വന്നിട്ടാണ് യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിനെ എങ്ങനെയാണോ സമരസ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്, അതുപോലെ ഐഷി ഘോഷിനെ പാർട്ടി ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയാണ് മോഡിയും അമിത്ഷായും ഡൽഹി പോലീസും കൂടെ ചേർത്ത് തയ്യാറാക്കിയതെന്ന് വേണം അനുമാനിക്കാൻ. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. വിപരീതകാലെ വിനാശബുദ്ധി എന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു ചൊല്ലുണ്ട്. ഇതാണ് മോഡിയുടെയും അമിത്ഷായുടെയും ഈ പിത്തലാട്ടങ്ങൾ കാണുമ്പോൾ ഒരു പ്രതികരണം എന്ന നിലയിൽ പറയാനുള്ളത്. അല്ല, നാളെ എന്താ വരാൻ പോകുന്നത്? എനിക്ക് നേരെയാണോ, MP-മാർക്ക് നേരെയാണോ, ആർക്ക് നേരെയും വരാം, എന്തും ചെയ്യാം. പക്ഷേ ഭയത്തിന് വിരാമമിടാൻ കഴിഞ്ഞു. ജന്തർ മന്ദറിൽ നടന്ന സമരം ഭയരഹിതമായി പ്രതികരിക്കാൻ ഈ രാജ്യം ഉണരുകയാണ്, തയ്യാറാവുകയാണ്. അതാണ് ഈ ഭരണകൂടത്തെ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിടുന്നത്. ഇതൊരു അസാധാരണ നീക്കമല്ലേ പോലീസിന്റെ? കാരണം പാർട്ടി ദേശീയ ആസ്ഥാനത്തേക്ക് കടന്നു വരുന്നു, 2 പേർക്ക് യൂണിഫോം, ഒരാൾക്ക് യൂണിഫോം ഇല്ല. അപ്പൊ അതൊരു അസാധാരണ നീക്കമായിട്ടല്ലേ കണക്കൂട്ടുന്നത്? എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും എന്ന മട്ടിലാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെ ഭാര്യയും ഡൊണാൾഡ് ട്രംപ് അയച്ച സൈനികർ പോയി അവിടുത്തെ സുരക്ഷാ ഭടന്മാരെയൊക്കെ വകവരുത്തിയിട്ട് പിടിച്ചുകൊണ്ടുപോയി മാൻഹട്ടനിലെ, അതായത് ന്യൂയോർക്കിലെ ഒരു ജയിലിട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെയാണ്. ഇറാനിലെ ഭരണ നേതൃത്വത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ അമേരിക്ക ഇസ്രയേലുമായി ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി ഇറാനിൽ. അതിന്റെ ഒരു ചെറിയ പതിപ്പ് പ്രതിപക്ഷത്തിൽപ്പെട്ടവരെല്ലാം ഈ ഡൊണാൾഡ് ട്രംപിന്റെ മാതൃകയിൽ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെയും ലോകത്തെ പല രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആസ്ഥാനത്ത് സിവിൽ വേഷത്തിലെത്തിക്കൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത്. സ്വകാര്യ വാഹനത്തിലാണ് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. നേതാക്കൾ ചോദ്യം ചെയ്തതോടെ
അറസ്റ്റ് ഒഴിവാക്കി മടങ്ങുകയായിരുന്നു. ഒരു പഴയ കേസ് ഇപ്പോൾ കുത്തിപ്പോക്കുന്നത് പ്രതികാര നടപടിയല്ലാതെ എന്താണല്ലേ? ഐഷി ഉണ്ടോ അവിടെ? നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നിട്ട് മോഹൻ ഭഗത്തും ഇതിനകത്തൊരു വിനീത ബ്രിട്ടാസിനെ എന്നെയൊക്കെ പ്രതികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് RSSന്റെ മുഖപത്രം ഇപ്പം ആദിൽ പാലോടാണ് ഉള്ളത്. ഒപ്പം നോബൽ മാരിക്കാരനും അവിടെ AKG ഭവനിലുണ്ട്, CPM-ന്റെ ആസ്ഥാനത്തുണ്ട്. അതിൽ ഏതായാലും അറസ്റ്റ് ഇപ്പോൾ ഒഴിവാക്കി മടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇനിയും നടപടികൾ ഉണ്ടാകും. അത് ആ ആശങ്ക തന്നെയാണ് MA ബേബി പറയുന്നത് അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പ്രതികാര നടപടി എന്നാണ് MA ബേബി പറഞ്ഞു വെക്കുന്നത്. ട്രംപിന് പഠിക്കുകയാണ് നരേന്ദ്രമോദി എന്നുകൂടി പറയുന്നുണ്ട്. വെനസ്വേലയുടെയൊക്കെ ഭരണാധികാരികളെ എടുത്തുകൊണ്ട് പോയതുപോലെ പലരെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. AKG ഭവനാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടേക്കാണ് അതിവേഗത്തിൽ ഐശ്വഘോഷ് എത്തുന്നതിന് തൊട്ടു പിന്നാലെ ഇരച്ചെത്തുന്നത് ദില്ലി പോലീസിലെ 3 ഉദ്യോഗസ്ഥർ. അവർ വൈകാതെ അകത്തേക്ക് കടന്നു പോവുകയായിരുന്നു. അകത്തേക്ക് കടന്നു പോയപ്പോഴാണ് അതിനുള്ളിൽ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ഗേറ്റ് കാണാൻ കഴിയും. ഈ വാതിൽ കടന്ന് അതിൻ്റെ ഉള്ളിൽ റിസപ്ഷനിലേക്ക് തന്നെ എത്തിയിരുന്നു. ഇവിടുത്തെ നിയമ അഭിഭാഷകരുണ്ട്. അങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് കയറി എന്താണ് പോലീസ് യൂണിഫോം സ്വാഭാവികമായി നോക്കട്ടെ, ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. എന്തായാലും നോക്കിയിട്ട് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നോക്കിയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. സുഭാഷ് ചന്ദ്രനാണ് ഈ CPM-ൻ്റെയൊക്കെ ലീഗൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർ ഇവിടേക്ക് എത്തിയത് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും കൂടിയാലോചനകൾ ഉണ്ടാകും. എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത നമ്മൾ കാണുന്നില്ല. ഈ റിസപ്ഷനിലാണ് നമ്മൾ ഈ കാണുന്ന റിസപ്ഷനിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയും ഇവിടെ വന്ന് ഐശ്വഘോഷിനെ തിരയുകയും ചെയ്തത്. ഐശ്വഘോഷ് നേരത്തെ തന്നെ ഇതിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു. ഐശ്വഘോഷിന് 2021 ഒരു കേസ്, അത് കോടതിയിലെ ചില നടപടികളുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. അത് എത്താത്തതിനെ തുടർന്നാണ് ഈ നിലയിൽ ഒരു കസ്റ്റഡിയിലെടുക്കുന്ന നടപടി ഉണ്ടാകുന്നത് എന്ന് പോലീസ് പറയുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ജന്തർ മന്ദറിൽ സമരം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരോട് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ചോദിച്ചു. ഔദ്യോഗിക വേഷമുണ്ടായിരുന്നില്ല. അതുകൂടി ചോദിച്ചതിന് പിന്നാലെയാണ് ഔദ്യോഗിക വേഷവും ഔദ്യോഗിക വാഹനവും ഉപേക്ഷിച്ച് എന്തിനു വന്നു എന്ന ചോദ്യം ഉയർത്തിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. ഏതായാലും ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ മടങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിനീത. നോബൽ മാരിക്കാരൻ കൂടി ചേരുകയാണ്. നോബൽ, ഏതെങ്കിലും ഒരു പ്രവർത്തകനെ അല്ല, ഒരു മുതിർന്ന നേതാവിനെ അല്ലെങ്കിൽ SFIയുടെ ഒരു ഭാരവാഹിയെ തന്നെ ഇതിൽ കുടുക്കാൻ ശ്രമിക്കുകയാണ് പഴയൊരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട്. അതാണ് ആശങ്കപ്പെടുത്തുന്നത് നോബൽ. നോബൽ, ऐसे मार्जिन करने के लिए आप बता दीजिए, ये देखो, ये नेशनल पॉलिटिकल पार्टी का ऑफिस में ऐसे मार्जिन करने के लिए आपको किसने दिया? आपको इस तरह की कीमत है? मार्जिन तो किया ही नहीं। और क्या? You should ask the permission to come and stand here. What's your good name? Mr. Rajneesh. How do you have this himmat, courage to come and get inside? ना बता दीजिए, जानना पड़ेगा ना. Just tell me what is it. And what is this case about? Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Listen, tell me. This is NBW against her in case FIR number 21 of it. I know this case. Therefore, This case has been pending for last several years. She going to present herself in the court on 30th. അതാണ് 30-ാം തീയതി ഇതിൽ ഹിയറിംഗ് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതും ഐഷയെ പിന്തുടർന്നുകൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് എത്തി നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ഈ ഉദ്യോഗസ്ഥയാണെങ്കിൽ മഫ്തിയിലാണ്, ഒപ്പം സ്വകാര്യ വാഹനത്തിലാണ് ഇവർ വരികയും ചെയ്തിരിക്കുന്നത്. അത് ജോൺ ബ്രിട്ടാസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ അവർ അറസ്റ്റ് ഒഴിവാക്കി മടങ്ങിയിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികൾ എന്താകും എന്നത് തന്നെയാണ് ഇപ്പോഴും ആശങ്ക. നേതാക്കൾ